റൂമിലിങ്ങനെ ബോറടിച്ചിരിക്കുമ്പോഴാണ് തോന്നിയത് പുറത്ത് പോയിട്ടൊരു ചായ അടിക്കാന്ന്. പിന്നെ ഒന്നും നോക്കിയില്ല. കുപ്പായം മാറ്റി കണ്ണാടിക്ക് മുന്നിൽ നിന്ന് ലുക്കൊക്കെ നോക്കി ഷൂ ഒക്കെ ഇട്ട് പുറത്തേക്ക് ഇറങ്ങി. പുറത്ത് നല്ല ചൂടാണ്, കാലാവസ്ഥ നല്ല ചൂടായിട്ടുണ്ട്. പിന്നെ നമ്മളെ ഈ വീടിൻ്റെ പരിസരവും കാര്യങ്ങളൊക്കെ റിസോർട്ടിൻ്റെ ഫീലുള്ളതുകൊണ്ട് ചൂട് അത്ര. ഇതാ ഈത്തപ്പഴം നല്ല പഴുത്ത് പാകമായി കുലച്ച് നിൽക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് കൈമന്ന് ഓരോന്ന് പറിച്ച് തിന്നലാ പണി. പിന്നെ ഇവിടെ ഒരുപാട് പഴവർഗ്ഗങ്ങളുള്ള വൃക്ഷങ്ങളുണ്ട് കേട്ടോ. എല്ലാം ഞാൻ തന്നെ തിന്നാറ്. ഇതാണ് നമ്മളെ വണ്ടി. നമുക്ക് ഇവിടൊക്കെ നടക്കാൻ മുതലാളി തന്ന വണ്ടി. അങ്ങനെ വണ്ടി കയറി സ്റ്റാർട്ടാക്കി. വണ്ടിക്കുള്ളിൽ നല്ല ചൂടാണ്, എ സി ഇട്ട് തണുത്ത് വരുന്നതേ ഉള്ളൂ. അങ്ങനെ ഇതാ റോട്ടിലേക്ക് ഇറങ്ങുകയാണ്. ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് റോട്ടിൽ വല്ലാണ്ട് തിരക്കില്ല. രാവിലെ എല്ലാവർക്കും ലീവായതുകൊണ്ട് ജോലിയൊന്നും ഇല്ലാത്തതുകൊണ്ട് വാഹനങ്ങളൊക്കെ നന്നേ കുറവാണ്. അങ്ങനെ റോട്ടിലൂടെ ഇങ്ങനെ പോകുമ്പോൾ ഈ കാണുന്നതാണ് കേട്ടോ നമ്മളെ അങ്ങാടി. ഒഴിവ് സമയങ്ങളിൽ ഇവിടെ വന്നിരുന്ന് ചെക്കന്മാരോടൊക്കെ വർത്തമാനം പറയലാണ് പ്രധാന വിനോദം. ഈ കാണുന്നതാണ് ചായക്കട ഷായിനാന. ഇവിടുത്തെ ചായ റാസൽ കൈമേൽ അത്യാവശ്യം ഫേമസ് ആണ്. നല്ല ചായയാണ്, നല്ല ടേസ്റ്റാണ്, അത്യാവശ്യം നല്ലൊരു ക്വാണ്ടിറ്റി ചായ ഇവരൊരു ദിവസം സെയിൽ ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാണെങ്കിലും ചായ വാങ്ങിച്ചിട്ട് ഞാനിതാ പുറത്തിറങ്ങാൻ നിന്നപ്പോത്തിന് മുന്നിൽ 1-2 വണ്ടികൾ പാർക്ക് ചെയ്തിട്ട് എൻ്റെ വഴി ബ്ലോക്കാക്കി. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ച് ഞാനിത് വീണ്ടും റോട്ടുമൊക്കെ തന്നെ ഇറങ്ങി. പക്ഷേ ഈ ചായ ഏറ്റവും ടേസ്റ്റിൽ കുടിക്കണമെങ്കിൽ ഞാൻ സ്ഥിരമായിട്ട് വന്നിരുന്ന് ചായ കുടിക്കുന്ന ഒരു മരമുണ്ട്. ആ മരത്തിൻ്റെ ചുവട്ടിലേക്ക് പോവാണ്. കാഫ് മരം. അവിടെ എത്തി ആ തണലത്ത് വണ്ടി പാർക്ക് ചെയ്തിട്ട് ചായ കുടിക്കുക എന്ന് പറയുന്നത് നല്ല രസമുള്ള പരിപാടിയാണ്. ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ചായ നമ്മളെ മനസ്സും ശരീരവും ഒരേപോലെ തണുപ്പിക്കും.